ഹലോ, അസ്സലാമു അലൈക്കും. ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയ എപ്പിസോഡ് തുടങ്ങുകയാണ്. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് ഉന്നക്കായാണ്. അപ്പോൾ നമുക്ക് ഉന്നക്കായ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 3 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് തേങ്ങ ആണ്. തേങ്ങ ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഉന്നക്കായുടെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. 3-4 ഏലക്ക പൊടിച്ചത്. പഞ്ചസാര 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് കോരാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഏത്തയ്ക്ക ഇപ്പോൾ നമുക്കൊന്ന് ചെറിയ പീസാക്കിയിട്ട് ഇഡ്ഡലി കുട്ടകത്തിൽ ആവി കയറ്റി എടുക്കുക. നമുക്കൊന്ന് കുഴച്ച് എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലിത് ആവി കയറ്റി എടുക്കണം. നമുക്കിത് ആവി കയറ്റാൻ വേണ്ടി വെക്കാൻ പോവാണിപ്പോൾ. ഞാനിപ്പോൾ ഏത്തയ്ക്ക നല്ല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നല്ല രീതിയിൽ ഇത് ഉടയ്ക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിനകത്ത് ഈ കറുത്ത കുരുവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കളയാം. ഞാനിപ്പോൾ ഇതൊന്നും കളയുന്നില്ല. ഞാൻ ഏത്തയ്ക്കൊക്കെ നന്നായിട്ട് നല്ല ഉടച്ച് നല്ല കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ച് വെച്ചത് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ല മയം കിട്ടാനായിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് മാറ്റി വെക്കുക. ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് പിടിക്കണം. പക്ഷെ മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ആഡ് ചെയ്യുന്നത്. നെയ്യ് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതിയാവും. ബാക്കി നമ്മൾ ഈ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിലൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏത്തയ്ക്ക നല്ല കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കുക. നമുക്ക് ഉന്നക്കായ ഫില്ല് ചെയ്യാൻ ആവശ്യമായ തേങ്ങയും പഞ്ചസാരയും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഏത്തക്കായ കുഴിച്ച് വെച്ച് നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് എണ്ണ കയ്യിൽ തേക്കുക, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം കുറച്ച് ഏത്തയ്ക്ക എടുത്ത് ഇതുപോലൊന്ന് പരത്തിയിട്ട് നമ്മൾ ഈ തേങ്ങയും പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഫില്ല് ചെയ്യുക. അത് ഇതുപോലെ നല്ല ഉരുട്ടി റോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഷേപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഇപ്പോൾ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക്
ഓരോന്ന് ഫില്ല് ചെയ്ത ഓരോ റോള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആക്കരുത്. ഇത്രയും ഫ്രൈ ആയാൽ മതിയാവും. നമുക്കിത് കോരിയെടുക്കാം. ഉന്നക്കായ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്ത ഒരു റെസിപ്പിയുമായി കാണുന്നിടം വരെ താങ്ക് യു.